വാർത്തയിലേക്കാണ്. സിനിമാ ചിത്രീകരണത്തിനിടെ യുവനടിക്കെതിരെ സംവിധായകൻ രഞ്ജിത്ത് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ കുറ്റകൃത്യം നടന്ന കാരവാൻ കണ്ടെത്തി. കാരവാന്റെ ഉള്ളിൽ വെച്ച് രഞ്ജിത്ത് കയറി പിടിച്ചെന്നാണ് യുവതിയുടെ പരാതി. അതേസമയം രഞ്ജിത്ത് രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹന ഉടമയായ ബോബി കുര്യനെയും SIT ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നുണ്ട്. വിനയ, എന്തായാലും ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റകൃത്യം നടന്ന കാരവാൻ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി എന്തെല്ലാമാണ് തുടർ നടപടികൾ? നിർണായകമായ കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്ത് പ്രതിയായിട്ടുള്ള ലൈംഗികാതിക്രമ കേസിൽ ആ കേസിലെ നിർണായക തെളിവാണ് ഈ കാരവാൻ. ആ കാരവാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ യുവനടിയുടെ പരാതി അനുസരിച്ച് ഈ കാരവാനുള്ളിൽ വെച്ചാണ് ഈ കയറി പിടിക്കാൻ ശ്രമിച്ചതെന്നാണ് യുവനടി പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അടക്കം പോലീസ് ഒരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കാരവാൻ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കാരവാൻ ഉള്ളിൽ CCTV ദൃശ്യങ്ങളില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഈ കാരവാന് പുറത്തുള്ള CCTV ദൃശ്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ തന്നെ ബോബി കുര്യനെ അടക്കം തന്നെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ രഞ്ജിത്ത് രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനം, ആ വാഹനത്തിന്റെ ഉടമയാണ് ബോബി കുര്യനും. അതുകൊണ്ട് തന്നെ ബോബി കുര്യനെ അടക്കം തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ശാലിനിയെയും ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ശാലിനിയെയും ബോബി കുര്യനെയും ചോദ്യം ചെയ്തതിനു ശേഷം ഈ കുറ്റകൃത്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ ഇരുവരെയും പ്രതിയാക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പഴുതടച്ചിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇനി കാരവാൻ കേന്ദ്രീകരിച്ചടക്കം തന്നെ അന്വേഷണം നടത്തും. ശനിയാഴ്ചയാണ് കസ്റ്റഡി കാലാവധിയും ജാമ്യാപേക്ഷയും അടക്കം തന്നെ പരിഗണിക്കുന്നത്. അങ്ങനെ കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ ഈ കാരവാനിൽ എത്തിച്ച് നേരിട്ടുള്ള ഒരു തെളിവെടുപ്പ്, ആ തെളിവെടുപ്പിലേക്ക് അടക്കം തന്നെ അന്വേഷണ സംഘം കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട യുവനടിയുടെ പരാതിയെ തുടർന്ന് ഈ കാരവാന് പുറത്തൊരു യുവതിയെ നിർത്തിയിരുന്നു. ആരെങ്കിലും വരുന്നുണ്ടോ, അകത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഒരു യുവതിയെ നിർത്തിയിരുന്നു എന്നും ഈ യുവനടി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ യുവതിയെ അടക്കം തന്നെ കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണവും നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സിനിമാ സെറ്റിലുള്ള മറ്റ് സഹപ്രവർത്തകരുടെ അടക്കം തന്നെ മൊഴിയെടുക്കുമെന്നും ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.